ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 6 സെഷൻ ഡെലിവറിയുടെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇനി ഡെലിവറിക്ക് പോകുന്നവർ അതിന് മുമ്പ് എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഞാനത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആക്ച്വലി എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഒക്ടോബർ 26 രാവിലെ 11:30 അതുകൊണ്ട് തന്നെ ഒക്ടോബർ 25 അഡ്മിഷൻ പറഞ്ഞിരുന്നു. അഡ്മിഷൻ പറഞ്ഞതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതവർ ക്യാനിലിട്ട ശേഷം നമ്മളെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്നതാണ്. അതിനുശേഷം അവർ നമ്മുടെ പുക്കളിൻ്റെ താഴേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സുമാർ നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ആ ഏരിയാസ് എല്ലാം അവർ നന്നായിട്ട് നല്ല വൃത്തിയിൽ രോമമെല്ലാം ക്ലീൻ ചെയ്ത് അവർ കളയുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ഡേയിൽ പിന്നെ നമുക്ക് രാത്രിയിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും, ഡോക്ടറിൻ്റെ വിസിറ്റ്. അന്നേരം നമ്മൾ ഡോക്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മിഡ് നൈറ്റ് 12 o'clock ശേഷം അല്ലെങ്കിൽ 11:30 12 അകം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനോ നമ്മൾ പാടില്ല എന്ന് പറയും. അതിനുശേഷം പിറ്റേന്ന് രാവിലെ നമുക്ക് അവർ വന്ന് എനിമ തരും. എനിമ തന്നതിന് ശേഷം ഒരു 1 hour അവർ വന്ന് നമുക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. അതായത് എനിമ എന്ന് പറയുന്നത് എനിക്ക് തന്നത് നമുക്ക് പുഷ് ചെയ്യുമായിരുന്നു ചെയ്തത്. എനിമ തന്ന ശേഷം ഞാൻ വാഷ്റൂമിൽ പോകും. വാഷ്റൂമിൽ പോയതിന് ശേഷം നമുക്ക് കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ഡോക്ടേഴ്സും അവർ നേഴ്സിംഗ് അസിസ്റ്റൻസും എല്ലാവരും വരും. നേഴ്സുമാർ വന്ന് നമുക്ക് ആപ്രോണും, എനിക്ക് ബ്ലൂ കളറിലൊരു ആപ്രോണും പിന്നെ ഒരു മുണ്ട് പോലത്തെ ആയിരുന്നു, അതിനെ പുറകിൽ കെട്ടും നമുക്ക് ഒട്ടിക്കുന്നതും കൂടെ ചേർത്തിട്ടായിരുന്നു. അത് അവർ തന്നെ വന്ന് നമുക്കത് നമ്മളെ വെയർ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്കവർ യൂറിൻ ബാഗ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. യൂറിൻ ബാഗ് ഇടുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. നന്നായിട്ട് ശ്വാസം അകത്തോട്ട് എടുത്തതിന് ശേഷം മാത്രമേ അവർ ട്യൂബ് കണക്ട് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പെയിൻ അനുഭവപ്പെടുന്നതാണ് യൂറിൻ ബാഗിൽ ഇടുന്നതിലൂടെ. അതിനുശേഷം നമ്മളെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം പിന്നീട് അവിടുത്തെ പ്രൊസീജിയേഴ്സാണ് അടുത്തത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ ശേഷം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അനസ്തീഷ്യ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും കൂടെ വരുന്നതാണ്. നമ്മുടെ കൺസൾട്ടിങ് ഡോക്ടർ കേട്ടോ. അവർ വന്ന് അതിന് മുമ്പ് നമുക്ക് അഡ്മിഷൻ ആകുന്ന സമയത്ത് തന്നെ നമ്മളൊരു അനസ്തേഷ്യ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അവർ നമ്മളെ അനസ്തേഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് അനസ്തേഷ്യയാണ് തരുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ബോധവൽക്കരണം പോലെ നമ്മളെ ഒന്ന് പറയാനായിട്ട് നമ്മളെ വിളിപ്പിക്കുന്നതാണ്. നമ്മളെ കൊണ്ടുപോകുന്നത് തിയേറ്ററിനുള്ളിലേക്കാണ്. തിയേറ്ററിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പം അവിടെ നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടിങ് ഡോക്ടർ, പിന്നെ കുറേ ഓപ്പറേഷൻ തിയേറ്ററിലെ നേഴ്സുമാർ എല്ലാവരും ഉണ്ട്. അതിനുശേഷം അവരെല്ലാവരും വന്ന് നമ്മളോട് നമ്മുടെ കാര്യത്തെപ്പറ്റി എല്ലാം ചോദിക്കും. പിന്നെ അനസ്തേഷ്യ തരുന്ന ഡോക്ടറാണ് പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. എങ്ങനെയാണ് അനസ്തേഷ്യ തരുന്നതെന്നും അത് തന്നു കഴിഞ്ഞാൽ എത്ര ഭാഗം തൊട്ട് എത്ര ഭാഗം വരെ മരയ്ക്കുമെന്നുള്ള കാര്യങ്ങളെ പറ്റിയും നമുക്ക് പറഞ്ഞു തരും. പിന്നീട് ഒരു 11 o'clock കഴിഞ്ഞപ്പോഴത്തേക്കിനും അനസ്തേഷ്യ അവർ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അനസ്തേഷ്യ ഡോക്ടർ എന്നോട് പറഞ്ഞു, 1 സൈഡ് ചെരിഞ്ഞ് നമ്മളെ കിടത്തും. എനിക്ക് ഇടത്തെ സൈഡിലേക്ക് ചെരിഞ്ഞാണ് കിടക്കാൻ പറഞ്ഞത്. ചെരിഞ്ഞ് കിടന്ന ശേഷം കാൽമുട്ട് രണ്ടും നമ്മൾ മടക്കി വെക്കണം. 2 കാൽമുട്ടൂടെ അങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് വയറിനൊരു പെയിൻ അനുഭവപ്പെടും. അപ്പോൾ കാൽ നമുക്ക് മടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ നേഴ്സുമാരെല്ലാം വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഷോൾഡർ അവർ നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുട്ട് അവർ ടൈറ്റ് ചെയ്ത് അങ്ങനെ പിടിക്കും. ആ സമയത്താണ് സാറ് ബാക്കിൽ നമ്മുടെ നട്ടെല്ലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കൈ കൊണ്ട്, അവർക്ക് മനസ്സിലാവുമല്ലോ, വിരൽ കൊണ്ട് അവർ ചെക്ക് ചെയ്ത് എക്സാക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് അവിടെ സ്പിരിറ്റ്, ആൽക്കഹോൾ അതൊക്കെ തേച്ചിട്ട് അവർ പിന്നെ ഇഞ്ചെക്റ്റ് ചെയ്യുക. ആദ്യം എനിക്കൊരു ഇഞ്ചെക്ഷൻ തന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞായിരുന്നു, റിലാക്സ് ആക്കി, ബോഡി ഫുള്ള് റിലാക്സ് ആക്കി വെക്കണം, കൂളായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അവർ പറയുന്നത് ഞാൻ കേട്ടില്ല. ഞാൻ എൻ്റെ ബോഡിയെല്ലാം ഫുള്ള് ടൈറ്റാക്കി വെച്ചത് കൊണ്ട് അനസ്തേഷ്യ തന്ന ആ മരുന്ന് കുറച്ച് കയറിയിട്ട് ഇറങ്ങിപ്പോയി, ബാക്കി മരുന്ന് ഫുള്ള്. അപ്പോൾ അവിടെ ഡോക്ടർമാരെല്ലാം എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത് മോനെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും, അനസ്തേഷ്യ കയറില്ല, പിന്നീട് പെയിൻ അനുഭവപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരാൾ എന്നോട് ഇവിടെ ത്രൂ ഔട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്നില്ല, സാറ് പറയുന്നുണ്ട് ഞാൻ ചെയ്യാൻ പോകാമെന്ന് പറയുന്നുണ്ട്, അനസ്തേഷ്യ തരാൻ പോകാമെന്ന് പറയുന്നുണ്ട്, ഞാൻ ആ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായി പെട്ടെന്ന് എനിക്ക് ഇഞ്ചെക്ഷൻ ചെയ്തു. ബോഡി ലൂസായിരുന്നു, പെട്ടെന്ന് ഇഞ്ചെക്ഷൻ ചെയ്തു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് എനിക്കെൻ്റെ പുക്കിളിൻ്റെ അവിടെ തൊട്ട് തൊട വരെ മരച്ചു. അത്ര ഭാഗത്ത് എന്ത് സംഭവിച്ചാലും എനിക്കറിയത്തില്ല. അതേസമയം ഞാൻ അവരോട് നല്ല കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഡോക്ടേഴ്സും എന്നോട് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്.
പിന്നീട് അവർ നമ്മൾ ആ ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് അവിടെ ഇങ്ങനെ തിയേറ്ററിനുള്ളിൽ, ആ ലൈറ്റിൻ്റെ ചോട്ടിലേക്ക് അവർ നമ്മുടെ വയറിൻ്റെ ആ സെക്ഷനാണ് അവർ അവിടെ ലൈറ്റ് ഓൺ ചെയ്യും. എന്നിട്ട് ഡോക്ടർമാരെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനസ്തേഷ്യ നമുക്ക് ഏറ്റു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെയിറ്റ് ആക്കി കിടത്തിയ ശേഷം അവർ പ്രാർത്ഥിക്കും. ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയും അകത്തുള്ള കുഞ്ഞിന് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയും അവർ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രസ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ശേഷം എന്നോട് പറയുകയാണ് ഞാൻ ഇതുപോലെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നീട് അവർ അവിടെ എന്തോ വയറ് കീറി, അതൊന്നും ഞാൻ അറിയുന്നില്ല. അവർ സംസാരിക്കുന്ന മൊത്തം എൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ. അവർ സംസാരിച്ച് അവർ ഓപ്പറേഷൻ ചെയ്ത് അതിന് കീറി എൻ്റെ കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ എടുത്ത ഭാഗം അവരുടെ സൂപ്പർവൈസർ നേഴ്സ് ഉണ്ടല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ, ആ ചേട്ടൻ്റെയിലായിരുന്നു കൊടുത്തത്. ആ പുള്ളി അതിനെ എടുത്ത് എന്നോട് പറഞ്ഞു ആൺകുട്ടിയാണെന്ന് ഡോക്ടർ എടുത്തപ്പോഴേ പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ദേ നോക്കിക്കോ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ ബോധം പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്നോട് ചോദിച്ചു ഇതെന്ത് കുട്ടിയാണെന്ന് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കണ്ടു, എന്താ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞിനെ അവർ വെളിയിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അവർ ക്ലോക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ടൈം നോക്കാൻ പറ്റും. അതൊക്കെ കണ്ടു. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം ബാക്കി പ്രൊസീജിയറെല്ലാം അവർ തയ്ക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് ഇറക്കി. പിന്നെ ഞാനൊരു മയക്കത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നെ എന്നെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ നോക്കുമ്പം ഒരു പകുതി ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവരെന്നെ വേറൊരു റൂമിലേക്ക് മാറ്റി. അവിടെ ഒരു 3-4 ബെഡുണ്ട്. അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്ത് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് വേറൊരു ബെഡിലേക്ക് മാറ്റി കിടത്തിയ ശേഷം പിന്നെ ആ ഒരു ദിവസം ഫുള്ള് ഞാൻ റെസ്റ്റ് ആയിരുന്നു. ചെറിയൊരു ഷിവറിങ് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇതെന്ന് പറഞ്ഞത് ചെറുതായിട്ടൊരു ഷിവറിങ് ഉണ്ടായിരുന്നുള്ളൂ. ഷിവറിങ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയായപ്പം കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് എവറി 2 hours അവർ കൊണ്ടുവന്നു. കുഞ്ഞിന് അങ്ങനെ ഫീഡിങ്ങായിട്ട് നടക്കത്തില്ല. കാരണം കുഞ്ഞ് അത്രയ്ക്കുള്ളൊരു പൊടിക്കുഞ്ഞ്. പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. മാക്സിമം ഞാൻ ശ്രമിച്ചു. പിന്നെ നേഴ്സുമാരും കുറച്ച് നേരമൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം 2 മണിക്കൂറിലും കുഞ്ഞിനെ വീട്ടിൽ നിന്ന് അവർ താഴേന്ന് അവർ കൊണ്ടുവരും. അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അമ്മയും ഹസ്ബൻഡും ഉണ്ട്. അവർ കുഞ്ഞിനെയും കൊണ്ടുവരും. അവരെ ഉള്ളിലേക്ക് കയറ്റത്തില്ല. നേഴ്സുമാർ ചെന്ന് ബേബീനെ വാങ്ങിച്ച് നമ്മുടെ ബെഡിൽ കൊണ്ട് നമ്മുടെ കൂടെ കിടത്തും. ഫീഡ് ചെയ്യിപ്പിക്കാനുള്ള രീതിയിൽ കുറച്ച് നേരം നമ്മുടെ കയ്യിൽ നമ്മുടെ ചൂട് പറ്റി കിടന്ന ശേഷം ചില സമയം സക്ക് ചെയ്യും, ചില സമയം സക്ക് ചെയ്യത്തില്ല കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ പറയും ഫോമുല അവരല്ലാതെ മിൽക്ക് കൊടുത്തോളാം എന്ന് പറയും. പിന്നീട് അവർ കുഞ്ഞിനെ കൊണ്ടുപോകുമായിരുന്നു ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവരെന്നെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എണീപ്പിച്ചിരുത്തി പിന്നെ നിർത്തിച്ചു. നമുക്ക് ബ്ലീഡിങ് ഉണ്ടല്ലോ, അപ്പോൾ പാഡ് ചേഞ്ച് ചെയ്യാനായിട്ട് അതെല്ലാം അവർ തന്നെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ വൈപ്സ് ഇട്ട് ക്ലീൻ ചെയ്തു. 24 hours നമ്മൾ ആ റൂമിലായിരിക്കും. ഇത് കഴിഞ്ഞ് 24 hour ആയ ശേഷം മാത്രമേ നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ 24 hours കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെയിൻ മൊത്തം തുടങ്ങുന്നത്. നല്ല പെയിനായിരുന്നു. പെയിൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണേന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് കുറച്ച് ഫാറ്റ് കൂടുതലുള്ളതുകൊണ്ട് അടിവയറ് നന്നായിട്ട് ഫാറ്റുള്ളതുകൊണ്ട് ഭയങ്കര പെയിൻ കൂടുതലാണ്. അപ്പം നമുക്ക് നടക്കുമ്പോഴൊക്കെ ഈ വയർ ഇങ്ങനെ വന്ന് തട്ടുമ്പം നമുക്ക് ആ സ്റ്റിച്ച് ഇട്ടിടാൻ ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിരിക്കും. അപ്പം പിന്നെ ആ പെയിനിനുള്ള അവർ കുറച്ച് ഓയിൽമെൻറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒരു 5 ദിവസത്തോളം ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 5 ദിവസമാണ്. നമ്മൾ അഡ്മിറ്റ് ആകുന്നിടം തൊട്ട് 5 ദിവസം കേട്ടോ. 25th അഡ്മിറ്റ് ആയാൽ 25th, 26, 7, 8, 9 നമുക്ക് ഡിസ്ചാർജ് ആവും. അങ്ങനെ 29 വരെ ഹോസ്പിറ്റലിലായിരുന്നു. 29th എനിക്ക് ഡിസ്ചാർജ് ആയത്. അപ്പോൾ അതുവരെ ഹോസ്പിറ്റലിൽ അവർ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പെയിൻ ആകുന്ന സമയത്ത് അവർ എനിക്ക് അതുപോലെ പെയിൻ ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് ടാബ്ലറ്റ് തന്നിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മിൽക്ക് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മിൽക്ക് നന്നായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കഴിഞ്ഞ് 24 hours കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന ശേഷം എനിക്ക് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആ ഒരു ഡേയിൽ മാത്രം ഞാൻ മരുന്ന് കഴിച്ചുള്ളൂ. ഒരു ടാബ്ലറ്റ് തന്നു. പിന്നീട് ഞാൻ ടാബ്ലറ്റ് യൂസ് ചെയ്തില്ല. അത് എന്നോട് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് നന്നായിട്ട് മിൽക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അത് ഡോക്ടർമാർ നോക്കിയിട്ട് നമുക്കത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അപ്പം പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് നല്ല പെയിനായിരിക്കും. ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആ ഒരു ദിവസം നമ്മൾ ബാത്റൂമിൽ പോകത്തില്ല. നമ്മൾ കാരണം ഒന്നും കഴിക്കുന്നൊന്നുമില്ലല്ലോ. നമുക്ക് ട്രിപ്പ് ഇടുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് കണ്ടിന്യൂ ഒരു 24 hours നമുക്ക് ട്രിപ്പുണ്ട്. അപ്പം അത്രയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ജീവിതം എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള നമ്മുടെ സിസേറിയൻ്റെ ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കേണ്ടതെന്നുള്ള ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കി ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പോസ്റ്റ്മോർട്ടം, ആ ഒരു സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും.
അതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.